തോട് പഞ്ചായത്തിന് പുറമെ സീപ്ലെയിൻ പദ്ധതിയെ സ്വാഗതം ചെയ്ത് കനകര് പഞ്ചായത്തും കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ശേഷം പൂട്ടിയിട്ടിരിക്കുന്ന മെഗാ ടൂറിസം പദ്ധതിയുടെ കെട്ടിടങ്ങളും കായലിലെ ടെർമിനലും ഉൾപ്പെടെ വട്ടക്കായൽ ഉൾപ്പെടുന്ന കൈനകരിയിൽ ഉണ്ട്. പ്രാദേശിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ തയ്യാറാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ന്യൂസ് 18നോട് പറഞ്ഞു. ആലപ്പുഴയിലെ കായൽ വിനോദസഞ്ചാര മേഖലയിൽ അതിമനോഹരമായ ഇടമാണ് വട്ടക്കായൽ. വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന്. സീപ്ലെയിൻ പഠന റിപ്പോർട്ടിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യാനുള്ള റൺവേയും വാട്ടർ ഡോമും നിർമ്മിക്കുന്നതിന് പ്രഥമ പരിഗണനയിലുള്ള ഇടമാണ് പ്രകൃതി ഭംഗിയേറിയ ആഴം കൂടിയ പൊതുവെ മത്സ്യബന്ധനം കുറവായ വട്ടക്കായൽ. കൈനഗിരി പഞ്ചായത്ത് 13ാം വാർഡിലെ 600 പാടത്തിൽ നിന്ന് വട്ടക്കായലിലേക്ക് ഹൌസ് ബോട്ട് ടെർമിനൽ ഉൾപ്പെടെ നീളുന്നതാണ് പദ്ധതി. ടെർമിനലിനായി ഒരുക്കിയ ഭംഗിയുള്ള നടപ്പാതയിലൂടെ നീങ്ങിയാൽ കായലിന്റെ മധ്യഭാഗത്തെത്താം. ഒപ്പം വിശ്രമമുറികൾ, ശുചിമുറികൾ ഉൾപ്പെടെയുള്ള കെട്ടിട സമുച്ചയങ്ങൾ കരയിൽ ഒരുക്കിയിരിക്കുന്നു. പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ, 2000 പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയില്ല. ഔപചാരികമായ ഉദ്ഘാടനം നടന്നിട്ടില്ല. നിർമ്മാണം പൂർത്തീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 12 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടു. 2014 നിർമ്മാണം പൂർത്തീകരിച്ചു. പക്ഷേ ഇതിങ്ങനെ തുറന്നു കിടക്കുകയാണ്. 10 വർഷം മുമ്പ് വിനോദസഞ്ചാര വകുപ്പ് 12 കോടി മുടക്കി നിർമ്മിച്ചവയ്ക്കെല്ലാം എന്ത് സംഭവിച്ചു? പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് തന്നെ വിവരിക്കട്ടെ. ഓപ്പൺ സ്റ്റേജ് ആണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ പുതിപിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ടാണ് പൂർണ്ണമായും കാണാൻ പറ്റാത്തത്. ഇതിന്റെ ഗാലറിയാണ്. ആ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്നതാണ് ചിൽഡ്രൻസ് പാർക്ക്. അപ്പുറത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് അപ്പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ടെർമിനൽ, ചിൽഡ്രൻസ് പാർക്ക്, ഓപ്പൺ സ്റ്റേജ്, ഗാലറി, മാലിന്യ സംസ്കരണ പ്ലാന്റ്, ജനറേറ്റർ, വിശ്രമമുറികൾ, ശുചിമുറികൾ, കഫറ്റേരിയ, ഇത്രയും സംവിധാനങ്ങൾ വട്ടക്കായലിനരികിലായി സർക്കാരിന് ഇപ്പോൾ തന്നെ സ്വന്തമായുണ്ട്. വകുപ്പ് വിചാരിച്ചാൽ സീപ്ലെയിനിലെത്തുന്ന സഞ്ചാരികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി നൽകാനാകും. കായലിന്റെ മധ്യഭാഗം വരെ നടന്നു വരാൻ ആസ്വദിക്കാൻ കഴിയുന്ന നിലയിലെ ഒരു നീണ്ട പാലം പോലെ ഒരു നിർമ്മാണം നടന്നിട്ടുണ്ട്. പിന്നെ ഏക്കർ കണക്കിന് വരുന്ന പ്രദേശത്ത് തിയേറ്ററുകളുണ്ട്, പാർക്കുകളുണ്ട്, റെസ്റ്റോറന്റുകൾ ആരംഭിക്കാൻ കഴിയുന്ന കെട്ടിടങ്ങളുണ്ട്. പിന്നെ മാലിന്യ സംസ്കരണത്തിനാവശ്യമായിട്ടുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജനറേറ്ററുകളുണ്ട്. ഈ നിലയിലെ വലിയ രൂപത്തിലാണ് ഈ സംവിധാനം ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് വിദ്യാർത്ഥികളടക്കം ലഹരി ഉപയോഗത്തിനായി ഒഴിഞ്ഞുകിടക്കുന്ന ഈ പ്രദേശം തിരഞ്ഞെടുക്കുന്നു. സീപ്ലെയിൻ പദ്ധതിക്കായി വട്ടക്കായൽ തിരഞ്ഞെടുത്താൽ പ്രാദേശിക പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച് പദ്ധതി നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകുന്നു. സീപ്ലെയിൻ വരുന്നത് സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള നിലപാടുകളെല്ലാം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംവിധാനം വരുന്നത് ഇതിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയും. അത് കുറച്ചുകൂടി ശ്രദ്ധിക്കാനും കഴിയുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പ്രോജക്ട് സംബന്ധിച്ചുള്ള ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് അവരെ മത്സ്യത്തൊഴിലാളികളെ ആണെങ്കിലും ജനങ്ങളെ ആണെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞാൽ ഇത് ജനങ്ങളെല്ലാം അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടികൾ വിലമതിച്ച സൗകര്യങ്ങൾ നശിക്കരുതെന്ന ലക്ഷ്യത്തോടെ കൈനഗിരി പഞ്ചായത്ത് ടൂറിസം മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മിറ്റിക്ക് നൽകിയ കത്ത് ടൂറിസം ഡയറക്ടറുടെ പരിഗണനയിലാണ്. അതിനോടൊപ്പം സീപ്ലെയിൻ പദ്ധതി കൂടി ലഭ്യമായാൽ പ്രദേശം വിനോദസഞ്ചാര രംഗത്ത് കൂടുതൽ കുതിപ്പിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് ഈ നാട്ടുകാർക്ക്. പ്രദേശവാസികൾക്കടക്കം ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രം ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ ഗവൺമെന്റ് ശ്രദ്ധയിലും ജില്ലാ ഭരണകൂടത്തിന്റെയൊക്കെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇത് ഏറ്റെടുത്ത് ഭംഗിയായി നടത്തണം, അതല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന് വിട്ടുതരണം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.